എന്നാലും എനിക്കിത് എന്തിന്റെ സൂക്കേടായിരുന്നു. എത്രയോ നല്ല പ്രൊഫഷണൽ ബാലെ ട്രൂപ്പുകാരുണ്ടായിരുന്നതാ. അതൊന്നും പറ്റാഞ്ഞിട്ട് നാട്ടിലുള്ള കലാകാരന്മാരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് എന്റെ സ്വയം ഇതായിട്ട് ഇവിടുത്തെ ആൾക്കാരെ പിടിച്ച് അഭിനയിപ്പിച്ച്. ഉച്ചിമൂട് ഉത്തമൻ, ഉച്ചിമൂട് ഉത്തമന്റെ ഉച്ചയ്ക്കൊന്നും പറ്റിയില്ല. ഇത് സ്പോൺസർ ചെയ്ത് എന്റെ ഉച്ചയ്ക്കാണ് പറ്റിയത്. എന്നെ ഈ കോളേജിൽ കണ്ടെടുത്ത കൊച്ചു കുട്ടികൾ വിളിക്കുന്ന ഇപ്പൊ എന്തോന്നറിയാവോ? ജുബ്ബയിട്ട് ഹർഭജൻസിക്ക്. ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പരിപാടി സമയത്ത് നിങ്ങൾ കേറുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് പൈസ തന്നില്ലേ? തന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫുഡ് തന്നില്ലേ? പിന്നെ നിനക്കൊക്കെ എന്തിന്റെ കുറവായിരുന്നടാ? കുറവില്ലായിരുന്നു, പിന്നെ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. എന്തോ കൂടുതൽ? എന്തിനാണ് വേദിയുടെ ഫ്രണ്ടിൽ നിങ്ങൾ 1.5 ഇഞ്ച് മെറ്റിൽ ഇറക്കിയിട്ട കാര്യം? കയ്യത്ത ഭാഗത്ത് ഇട്ടിട്ടല്ലേ പ്രശ്നം ഉണ്ടായിരുന്നു? ഏത് വേദിയിലാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? ഒരിക്കലും. എടാ, ഇതൊക്കെ നീയൊക്കെ അഭിനയിച്ച് കുളവാക്കിയതുകൊണ്ടാണ് ആ മെറ്റിൽ നേരെ സ്റ്റേജിലോട്ട് വന്നത്. നമ്മളെ മാലിക്ക് എന്തിനാണ് കുഴപ്പം? നമ്മൾ തുടങ്ങുമ്പോഴേ അനൗൺസ്മെന്റ് ചെയ്തല്ലേ ഈ പരിപാടി എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ വിശിഷ്യ ക്ഷമിക്കണമെന്ന്. ഫിസീഷ്യനല്ല, ഗൈനക്കോളജിസ്റ്റ് പോലും നിന്റെ പരിപാടി ക്ഷമിക്കൂല. അവിടെ കാണിച്ചത്. അയ്യോ, ഫിസിഷ്യനല്ല, വിശിഷ്യ ക്ഷമിക്കണമെന്ന്. വിശിഷ്യ ക്ഷമിക്കണമെന്നാ പറഞ്ഞത്. അവരെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല, മുതലാളിയുടെ ഭാഗത്തോണ്ട് തെറ്റ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിന് മുതലാളിക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? എനിക്കെന്തോ വിഷയം, അവർ യുദ്ധം ചെയ്യട്ടെ. പിന്നെ എന്തിനാണ് വേദി കയറി പിടിച്ചു മാറ്റിയ കാര്യം എന്തോന്നാ? എന്റെ പിള്ളേരെ വേദി കയറി പിടിച്ചു മാറ്റേണ്ട കാര്യം എന്തോന്നാണ്? അയ്യോ, യുദ്ധമായിരുന്ന. പിന്നെ ഞാൻ വിചാരിച്ചു ഈ മാവേലി ബാക്കിയുള്ള ആൾക്കാർ കൂടെ ഫുഡ് കിട്ടാത്ത എവിടെ കിടന്ന് തല്ലുവാ. മാവേലിയില്ലേ ഈ നിൽക്കുന്ന ആരാന്നറിയാം? 916 ഭീമനാണ്. 700 രൂപ ശമ്പളം. 700 രൂപ ശമ്പളത്തിന് ഭീമനാ. ഇവൻ ഒറ്റൊരുത്തനാണ് ഇതിന് മൊത്തം കാരണക്കാരൻ. ഇവന്റെ അഭിനയവും കാര്യങ്ങളും ഒന്നും ശരിയല്ല. എന്താണ് കുഴപ്പം? മുതലാളി പറഞ്ഞു, ഇവൻ എന്താ കുഴപ്പം? ഇവ ഫസ്റ്റ് സീനിൽ നേരെ കയറി വന്ന് നേരെ ഗതയും പിടിച്ചോണ്ട് വന്നോ. യുദ്ധം നടക്കുക. യുദ്ധം നടക്കാൻ നേരത്ത് ഗതയും പിടിച്ചോണ്ട് നിന്ന് കോട്ടുവാ വിടുന്നു. അവിടെ നിൽക്കുന്ന ആള് തല്ലാൻ വരുമ്പോ ഗത പിടിച്ചോണ്ട് കോട്ടുവാവിടുന്നതാണ് അവന്റെ അഭിനയം. അതാണോ ഭീമൻ? സന്ദീപ്, നിനക്ക് എന്താ? നീ കൊല്ലാൻ വേണ്ടി തന്നെയാടാ എന്നെ ഇവിടെ. നിനക്ക് നീ കോട്ട് വരേണ്ട കാര്യം തോന്നുന്നു. നിനക്ക് ഉറക്കമില്ലേ? സന്ദീപ് 5-6 ദിവസത്തെ ഉറക്കക്ഷീണം നിൽക്കുവാ, അറിയാമോ? സന്ദീപ് 6 ദിവസത്തെ ഉറക്കക്ഷീണം എനിക്ക് 5-6 ദിവസം പരിപാടി എന്തിനാ ഉറക്കം? എന്നെ വഴക്ക് പറയരുത്. എന്റെ ഭാര്യ 3ാമത് ഗർഭിണിയാണ്. 6 മാസമാണ് ഇപ്പൊ. എന്നെ വഴക്ക് പറയുന്നു, അറിയാം. അത് പോട്ടെ, 2ാമത്തെ സീനിൽ ഭീമൻ കല്യാണ സൗകര്യം കൊണ്ട് വരുമല്ലോ. ഞാൻ നോക്കാൻ നേരത്തെ ഈ ഭീമൻ ഒരു കയ്യിൽ കല്യാണ സൗകര്യവും മറ്റേ കൈ ഐഫോണും. ഏത് ഭീമനാണ് ഐഫോണും കൊണ്ട് സ്റ്റേജിൽ വരുന്നത്? നിനക്ക് എന്തിന്റെ കുഴപ്പമാണ് സന്ദീപ്? നീ കൊല്ലാൻ കൊടുക്കാൻ വേണ്ടി തന്നെ നീ എന്തിനാ ഐഫോൺ കൊണ്ട് വഴക്ക് പറയില്ല. എവിടെ നിന്നാ നീ EMI ഇട്ടാടാ നീ ഐഫോൺ എടുത്ത? നീ ഒരു വാക്ക് പറയാത്തന്നെ എന്റെ അടുത്ത്. നീ എവിടെ ഏതെങ്കിലും ബാലക്കാരുടെ കയ്യിലുണ്ടാ ഐഫോൺ? അതാ വഴക്ക് പറയില്ല. എന്റെ ഭാര്യ 3ാമത് ഗർഭിണിയാണ്. 6ാം മാസം നടപ്പാണ്, അറിയാം. അതും പോട്ടെ, 3ാമത്തെ സീനിൽ തോഴിമാരെല്ലാരും കൂടെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുമായിരുന്നു. ഞാൻ നോക്കാൻ നേരത്തെ ഈ ഭീമൻ അതിന്റെ ഇടക്കൂടെ കുറ്റിപ്പീടിയും വലിച്ചോണ്ട് പോകും. ഒരു ഭീമന് ചേർന്ന പ്രവൃത്തിയാണോ ചെയ്ത്? സന്ദീപ്, നിനക്ക് എന്തിന്റെ കുഴപ്പമാ? കുറ്റിപ്പീടിയും കളിച്ചോണ്ട് നീ വേദന എന്തുവാണ് നീ കാണിക്കുന്നത്? അന്നാ എന്നെ വഴക്ക് പറയില്ല. എന്റെ ഭാര്യ 3ാമത് ഗർഭിണിയാണ്. 6ാം മാസം ഇപ്പൊ അവർക്ക് നടപ്പാണ്, അറിയാമോ? സന്ദീപ്, ഞാനും ഇയാളും കൂടെയാണോ നിങ്ങളുടെ കല്യാണം നടത്തി തന്നെ? അല്ലല്ല. ആണോ? അല്ല. പിന്നെ 6ാം മാസം ഞങ്ങൾ അറിയിക്കേണ്ട കാര്യം തോന്നുന്നു. 6ാം മാസം നീ കൊണ്ടുപോകണം പലഹാരം കൊണ്ട്. ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല. 6ാം മാസം അറിയിപ്പും കൊണ്ട് നടക്കുന്നു. ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് കാണിക്കരുത്. ഒരു സെക്കൻഡ്, ഒരു കോള് വരുന്നു. ഹലോ. അയ്യോ, ഇല്ല, ഞാൻ വരുന്നില്ല. ഇല്ല, ഞാൻ ചെയ്യത്തില്ല. ഇല്ല, ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ ചെയ്യത്തില്ല. വെച്ചേര്. കമ്മിറ്റിക്കാരും കീഴേരി അമ്പലത്തിലെ കമ്മിറ്റിക്കാരും അവിടെ ഒരു പരിപാടി സ്പോൺസർ ചെയ്യാം. ഏത് അമ്പലത്തിൽ കൊടി കയറിയാലും കൊച്ചിച്ചനാണ് ഇടി. ഞാൻ എന്തിനാണ് ഇടി? എല്ലാം കൂടെ ഈ കൊപ്ലേഷ് കാരണമാണ്. ഈ കൊപ്ലേഷാണ് പരിപാടി മൊത്തമാക്കിയത്. നിങ്ങൾ എന്താ ഈ സംസാരിച്ച്? കൊപ്ലേഷ് ഈ നിൽക്കുന്ന നടൻ കൊപ്ലേഷാ. ഇയാൾ ആരാന്നറിയാമോ മുതലാളിക്ക്? ഈ നിൽക്കുന്ന നടൻ ആരാന്നറിയാമോ? ആരാടാ? ഒരു ദിവസം എന്റെ ക്യാമ്പിൽ വന്ന് എന്റെ അടുത്ത് വേഷം ചോദിച്ചല്ലാതെ നീ ആരാന്ന് എനിക്കറിയില്ല. ഇവിടെ വന്ന കഴക്കൂട്ടത്തെ പറഞ്ഞതിന്റെ വീട്. കഴക്കൂട്ട ഞാൻ രാജഗുരുന്റെ കേസല്ലേ പറഞ്ഞു. അവനെ തെറ്റിച്ചതെന്ന്. കഴക്കൂട്ടത്തെ പറഞ്ഞതിന്റെ വീട്. രാജഗുരു 2ാമത്തെ സീനില് കഴക്കൂട്ടത്തെ വീട്. കഴക്കൂട്ടത്തെ കഷ്ടത്തിന്റെ ഇടയിൽ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. ഒരു കാര്യം
അവനൊരു സ്പോൺസറുടെ മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടാ. ഒരു സ്പോൺസറുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റിയ വാക്കാണ് ഈ കൊപ്ലേഷ് പറഞ്ഞത്. എന്റെ ഉച്ചമൂടുത്തമാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അമേരിക്കയിൽ നിനക്ക് ഞാനൊരു പരിപാടി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഇവന്റെ ഈ ഒറ്റ വാക്കിൽ ആ പരിപാടി ക്യാൻസൽ. സന്ദീപേ, നിനക്ക് എന്തിന്റെ കുഴപ്പമാടാ? കരപ്പം പിടിച്ച നിന്റെ കഷക്കാരനെ എന്റെ അമേരിക്കയിൽ ഒബാമയായിട്ടുള്ള മീറ്റ് പണിയില്ലാതായിരുന്നു. അല്ല എന്നെ ആയി അറിയാതെ പോയി. എന്തിനാണ് നീ അത് പറയേണ്ട കാര്യം തോന്നുന്നു? ക്ഷമിക്കണം. നിനക്ക് കഴക്കൂട്ടത്തുള്ള അജി അറിയാവടാ? എടാ കഴക്കൂട്ടത്തെ തയ്യൽ മില്ല് നടത്തുന്ന അജി നിനക്ക് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഞാനൊരു ഈ കഴക്കൂട്ടത്തുള്ള അജി ആരാണ്? എന്റെ കൊച്ചൻ. അത് നിങ്ങൾ അറിഞ്ഞാ പോരെ. അറിയേണ്ട കാര്യം എന്തോ? അറിയേണ്ട കാര്യം എന്തോ? ഈ പാവപ്പിടിച്ചവനെ കുറിക്കേണ്ട കാര്യം എന്തോ? അല്ലെ എന്റെ കൊച്ചിച്ചന് ചിലപ്പോ ഇവന്റെ അച്ഛൻ അറിയാൻ പറ്റും. ഇവന്റെ അച്ഛനാരും അത് പറയണേ. എന്റെ അച്ഛൻ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. കുഞ്ഞുനാൾ എന്റെ അച്ഛൻ അങ്ങ് കൽക്കട്ടയിലായിരുന്നു. മാസാവസാനം വരുന്ന കൽക്കട്ടയിൽ നിന്ന് ഓരോ സമ്മാന പൊതിയുമാണ് എന്റെ അച്ഛന്റെ ഓർമ്മ. മാസാവസാനം കൽക്കട്ടയിൽ നിന്ന് ഓരോ സമ്മാന പൊതിയുമായിരുന്നു എന്റെ അച്ഛന്റെ ഓർമ്മ. എന്റെ അച്ഛോ, നിന്റെ അച്ഛന്റെ സമ്മാന പൊതി കൊണ്ട് ഇവിടെ ഇറങ്ങിക്കൊള്ളേ. നീ എന്തോന്നാണ് പറയുന്നത്? ഇതിന്റെ പകുതി അവനെ സ്റ്റേജ് കാണിച്ചിരുന്നെങ്കിൽ ഇവിടെ നിൽക്കേണ്ട അവസ്ഥ വരും. പകുതി അവന് യോ 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 ഓ വരുന്നു കുറച്ചു പേര്. വിട്ടുകൊടുക്കരുത്. കമ്മറ്റിക്കാര് വിട്ടുകൊടുക്കരുത്. കമ്മറ്റിക്കാര് കൊലക്ക് കൊടുക്കല്ലേ എന്നാ. അല്ല, കൊലക്ക് കൊടുക്കല്ലേ. എന്റെ മോളെ 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിലാണ് അവള് പരീക്ഷ പോലും എഴുതിയിട്ട്. അല്ല 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 വിട്ടുകൊടുക്കരുത്. അല്ല നിങ്ങൾ പേടിക്കണ്ട. അത് കമ്മറ്റിക്കാരല്ല. പിന്നെ അത് രാത്രി മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണ്. യവന്മാർക്ക് ഇത് എന്തിന്റെ കേടാണ് യവന്മാർക്ക്? ഈ രാത്രി ആകുമ്പോ കുറെ പിള്ളേരുണ്ട് മീൻ പിടുത്തൊന്നും പറഞ്ഞ പോടാർക്കന്മാരെ നിങ്ങൾക്ക്. അല്ല 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 ചുമ്മാ ആവശ്യമില്ലാതെ. അതിൽ അവസാനം വരുന്ന 5 പേര് കമ്മറ്റിക്കാരാ. വിട്ടുകൊടുക്കരുത്. കൊടുക്കല്ലേ. വിട്ടുകൊടുക്കരുത്. വിട്ടുകൊടുക്കരുത്. എന്റെ ഭാര്യ ഗർഭിണിയാണെന്നാണ്. വിട്ടുകൊടുക്കരുത്. അല്ലല്ല അത് കരിമീൻ കുത്താൻ പോണവരാണ്. ഇത് എന്തിനാണ് ഈ കരിമീൻ കുത്താൻ നടക്കുന്നത്? ഇത് ആവശ്യം എന്താണ്? ഈ പിള്ളേര് 100 രൂപയ്ക്ക് മീൻ മേടിച്ച് കറിയേക്കാളെ രാത്രി ഉറക്കൊഴിഞ്ഞ് നടക്കണമാര്. അവസാനം വരുന്നത് മറ്റേ നമ്മുടെ വിശ്വംഭരൻ ചേട്ടല്ലേ, കമ്മിറ്റി പ്രസിഡന്റ് വിശ്വംഭരൻ ചേട്ടൻ. വിശ്വംഭരൻ ചേട്ടനല്ല. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. ബാക്കിയുള്ള അഭിനയിച്ച് നാഷണൽ അവാർഡ് കിട്ടാറായി. അത് ശരി, എല്ലാം എന്റെ തെറ്റ്. പിന്നല്ല നിങ്ങൾ ഇതൊക്കെ എനിക്ക് വേണോടാ. എടാ നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പരിപാടി കഴിഞ്ഞിട്ട് നിനക്കൊക്കെ തരാനായിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന സാധനമാണ്. എന്നാ ഞാൻ തന്നേക്ക് കുടിച്ചേക്കാം. കഴിക്കുവോ? കഴിക്കണം. എപ്പ കിട്ടിയാലും കഴിക്കണം. പക്ഷെ ഇപ്പൊ ഒരു തുള്ളി തരൂ നിങ്ങൾ വിചാരിക്കണം. തരത്തില്ല ഞാൻ. ആദ്യത്തെ പെക്ക് ഞാൻ തന്നെ അടിക്കും. ഇതടിച്ചാലേ എനിക്കൊരു സമാധാനമുള്ളൂ. കാരണവന്മാർക്കും ആർക്കും ഞാൻ കൊടുക്കത്തില്ല. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണവന്മാർ ഇങ്ങനെ എത്ര കാരണവന്മാരുണ്ട്? എത്ര കാരണവന്മാരുണ്ട്? എന്റെ കാരണവന്മാരെന്ന് പറഞ്ഞാൽ വലിയ കാരണവന്മാർ. അവര് ഒരുപാട് പിന്നെ അച്ഛനുണ്ടായിരുന്നു, അപ്പൂപ്പനുണ്ടായിരുന്നു, അമ്മാവനുണ്ടായിരുന്നു. ആ തൊട്ടുകളെ എല്ലാം കൂടെ ഇതിൽ ഒഴിക്കാവോ? ഞാൻ കൊടുത്തേക്കാം. അങ്ങനെ ഒഴിക്കണ്ട. അയ്യോ ഞാനിപ്പോ തരാടാ നിനക്ക് ഒരു തുള്ളി തരത്തില്ല. എടാ അമേരിക്കയിൽ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിനാണ് ഇവിടെ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു പെക്കും തരത്തില്ല. എടാ രാവിലെ 6 മണിക്ക് എനിക്ക് ജഗ്ഗാറുണ്ട്. അതിനകത്തൊക്കെ കയറി പോക്കണം. മാറി കിടക്കാനൊക്കെ നോക്ക്. ചെല്ലുപോ പോയി കിടക്കടാ. തരൂലെന്ന് തന്നെ. ഇല്ല തരത്തില്ല. ഒരു പെക്ക് പോലും ഞാൻ തരത്തില്ല. എന്നെ പഠിപ്പിക്കാൻ പറ്റുന്ന ഓരോരുത്തന്മാര്. ഒരു പെഗ്. എടാ കിടന്ന് ഉറങ്ങണമെന്ന് 2-3 ദിവസമായിട്ട് മനുഷ്യർ ഉറങ്ങിയിട്ടില്ല. ഒരു പെഗ് അടിച്ചിട്ട് ഞാൻ തോർത്തിനറിയും. ഞാൻ പറഞ്ഞേക്കാം പൊക്ക എന്റെ അങ്ങനെ തരൂല. പുതിയ അണ്ണാ എന്റെ ഭാര്യ 3ാമത് ഗർഭിണിയാണ്. പോടാ അടിച്ച്. പക്കന ഉറങ്ങിയ ഒരു പെഗ് അടിച്ചിട്ട് എന്നെ കാര്യം. സ്വപ്നത്തിലെ ഒരു അന്യഗ്രഹ ജീവി ഇങ്ങനെ പറന്നുപോയി. അല്ല ഞാൻ ഇനി ഉറങ്ങൂല. അവിടെ തുറന്നു നടക്കും. എന്ത് ഇനി അന്യഗ്രഹ ജീവി പോകണേ ഞാൻ പിടിക്കും. കിടന്നുറങ്ങടാ. ആവശ്യമില്ല. എടാ നീയൊക്കെ എന്നെ ഉറക്കൂലടാ. എടാ 3 ദിവസമായി ഞാനൊന്ന് കണ്ണടച്ചിട്ട് മനസ്സിലായ. അതിന്റെ ഇടയ്ക്ക് മനുഷ്യനെ ഒന്ന് ഉറങ്ങി 2 അടിച്ചിട്ട് എങ്ങനെയൊക്കെ സമാധാനത്തിൽ ഉറങ്ങാന്ന് വെക്കാൻ നേരത്ത് നീയൊക്കെ എന്തോ തോന്നിയ ദിവസമാണ് ഈ കാണിക്കുന്നത്. ഇനി ഞാൻ ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി എത്രയൊക്കെ കാശ് എന്റെ വന്നെന്ന് പറഞ്ഞാലും ഇതുപോലുള്ള പരിപാടി ഞാൻ ബുക്ക് ചെയ്യും. ഞാനേ പുതിയൊരു സംരംഭം തുടങ്ങാം. കുറച്ച് ഹിന്ദിക്കാരൻ പയ്യന്മാർ വന്നിട്ട് എന്റെ അടുക്കൽ ഒരു വെബ് സീരീസിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചെയ്യും. എന്നെ നായകനൊക്കെന്ന് പറഞ്ഞു. ഞാനത് അഭിനയിക്കുകയും ചെയ്യും. ആണല്ലേ? എന്റെ കിടിലൊരു വെബ് സീരീസ് ഉണ്ട്. കഥയുണ്ട്. കിടിലൊരു വെബ് സീരീസിന്റെ കഥ എന്റെ ഇരിക്കുമല്ലേ? എന്താ കഥ? മുരളി വരും. ഇതാണ് മുരളി വരും. മുരളി വരും. ആരാ മുരളി? മുരളി ആരാ? ഇപ്പം പൈസ മുടക്കുന്ന ആരാണ്? നായകവേഷം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നല്ല ക്യാരക്ടർ. അതെ. താല്പര്യമുണ്ടോ? മുരളി. ഈ മുരളിയുടെ ക്യാരക്ടറിന്റെ സ്വഭാവം എങ്ങനെയാണ്? ക്യാരക്ടറിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ പണക്കാരനാണ് മുരളി. മുരളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർണ്ണ മാലയും എപ്പോഴും ഫോൺ വിളിയും ബഹളവും കാര്യങ്ങളും ആയിട്ട് നടക്കുന്നവനാണ്. തിരക്കാണ്. ആണല്ലേ? ഒരു 10 പെൺപിള്ളേരെ എപ്പോഴും കാണും.
അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഷൂട്ട് നടക്കുന്ന കാര്യം എന്റെ ഭാര്യയോട് പറയണ്ട. വേണ്ട. ഇതെവിടെ വെച്ച് നടത്തും? നമുക്ക് ഗോവയിൽ വെച്ച് ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഒരു പെഗ് ഒഴിച്ചേ. ഒരു പെഗ് ഒഴിച്ചേ. ഒഴിച്ചേ. അടിക്കട്ടെ. അടിക്കട്ടെ. അല്ല, അടിക്കുന്നതിന് മുമ്പ് മുരളിയെ പോരെന്ന് പറയട്ടെ. മുരളി മുരളി വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ മുരളിയുടെ 2 പലിശക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. ഗുണ്ടകളാണ്. നിങ്ങൾ രണ്ടുപേരും ഗുണ്ടകളാണ്. ഓക്കേ. അപ്പൊ മുരളിയുടെ പലിശ ചോദിക്കാൻ വേണ്ടി വീടുകളിൽ പോകുന്ന ഞങ്ങളാണേ. ഓക്കെ. അപ്പൊ ഞാനും ഇവനും കൂടെ ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു അമ്മ കുഞ്ഞിന് പാൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സിറ്റുവേഷനിൽ എങ്ങനെ പലിശ ചോദിക്കും? അല്ല, അപ്പൊ മുരളിയെ പോരും. അതെന്തിനാണ് മുരളി അപ്പൊ വരേണ്ട കാര്യം തോന്നുന്നു? ഒരു അമ്മ കുഞ്ഞിന് പാൽ കൊടുത്തോണ്ടിരിക്കാൻ മുരളി വരേണ്ട കാര്യം എന്തോ? മുരളി വരേണ്ട സമയമാവും. അപ്പൊ ഞാൻ അടിക്കട്ടെ. രണ്ടാമത്തെ വീട്ടിൽ ഞാൻ പറയട്ടെ, അതവിടെ വെയ്, ഞാൻ പറയാം. ഇതവിടെ വെക്ക്, ഇവിടെ ഇരിക്കും. ഞാൻ ഈ മുരളി എപ്പോ വരും എന്നുള്ളത് പറ. അത് നമ്മുടെ രണ്ടാമത്തെ വീട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു മറപ്പുരയില് ഒരു പെങ്കൊച്ച് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് പൈസ ചോദിക്കുന്നത് മോശമല്ലേ? അല്ല, അപ്പൊ മുരളി എപ്പോ വരും? ഈ പെങ്കൊച്ച് കുളിച്ചോണ്ടിരിക്കും മുരളി ഏറി വരേണ്ട കാര്യം തരും. മുരളി അവിടെ വരില്ല. മുരളി വരേണ്ട സമയമാകുമ്പോ പറയാമല്ലോ. മുരളി വരേണ്ട സമയം. പിന്നെ മൂന്നാമത്തെ വീട്ടിൽ ചെല്ലുമ്പോ ഭർത്താവ് ഗൾഫിലായിരുന്നു. തിരിച്ചു വന്നേച്ച് ഭാര്യയായിട്ട് കട്ടിലിരുന്ന് സംസാരിച്ചോണ്ട് ചെല്ലുമ്പോഴാണ് ഞാൻ മുരളിയുടെ പൈസ മേടിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നത്. അപ്പൊ മുരളി എപ്പോ വരും? അവിടെ മുരളി വരേണ്ട കാര്യം തോന്നുന്നു. വർഷങ്ങളോളം ഗൾഫിൽ കിടന്നിട്ട് അങ്ങനെ വന്ന് ഭാര്യയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ മുരളി വരേണ്ട കാര്യം തോന്നുന്നു. ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ മുരളി വരുന്നില്ല. മുരളി വരുമെന്ന് ഉറപ്പൊന്നുമില്ല. നിറയേട്ടനാണ് ഈ മുരളി. കഥ റൂട്ടിലാക്കി വരട്ടെ. പിന്നെ മുരളി വരണമെങ്കിൽ മുരളിയുടെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി ജംഗ്ഷനിലോട്ട് ഒരു പോക്കുണ്ട്. അത് സ്ലോ മോഷനിലാണ് നമ്മൾ എടുക്കുന്നത്. അവിടെ മുരളി വരുവാ? മുരളി വരും. സ്ലോ മോഷൻ. ഞാൻ പറഞ്ഞു മുരളി, കാരണം ഞാൻ പൈസ മുടക്കാൻ നേരത്ത് ഞാൻ അവിടെ വരണം. മുരളി വരുമെന്ന് പറഞ്ഞു. ഇവങ്ങി വന്നടാ. ഇവൻ ആദ്യം പറഞ്ഞില്ലേ മറ്റേ പാല് കൊടുത്തോണ്ടിരിക്കാൻ നിർത്തി എല്ലാം നേരത്ത് മുരളി അവിടെ വരത്തി. മോശമാണ്. രണ്ടാമത് മറ്റേ ഇത് മറപ്പുര വരത്തില്ല. ഗൾഫുകാരുടെ അവിടെ വരത്തില്ല. ഇവൻ ഈ കഥ പറഞ്ഞ കഥ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലേ. അവസാനം മറ്റേ കുപ്പി എടുത്തോണ്ട് അങ്ങ് പോവുകയും ചെയ്തു. ഇതുവരെ മനസ്സിലായില്ലേ? ഇതാണ് പറയുന്നത്, ഉള്ളവന്റെ അഹങ്കാരമാണ് ഇല്ലാത്തവന്റെ പലഹാരം.